الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أحسن الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, എന്തിനു വേണ്ടിയാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്, അതിന്റെ ലക്ഷ്യം കൃത്യമായി പഠിച്ചും മനസ്സിലാക്കിയും പ്രാവർത്തികമാക്കിയും പ്രാർത്ഥിച്ചും ജീവിതത്തെ ക്രമപ്പെടുത്തണേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാനിലേക്ക് നമ്മൾ വളരെ വേഗത്തിൽ പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ്. റമളാനിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ധാരാളം കാര്യങ്ങൾ പഠിക്കുകയും ചിന്തിക്കുകയും വിലയിരുത്തുകയും ചെയ്യേണ്ട ഏറ്റവും ഗൗരവമേറിയ സമയത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിനരാത്രങ്ങൾ നമുക്കെങ്ങനെയാണ് ജീവിക്കാൻ സാധിച്ചത് എന്ന് പരിശോധിക്കുമ്പോഴാണ് ഇനി വരാനിരിക്കുന്ന സമയത്തിന് നമുക്ക് ഗൗരവമായി ഉപയോഗപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. നമുക്കറിയാം, ഇവിടെ ഇരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായ പ്രായമുള്ള ആളുകളാണ്. 50 വയസ്സ് പ്രായമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെയൊക്കെ ജീവിതത്തിൽ ഒരു 10 വയസ്സ് മാറ്റിവെച്ചാൽ, കാരണം അങ്ങോട്ടിങ്ങോട്ടൊക്കെ കളിച്ചും ചിരിച്ചും തിരിച്ചറിയാതെ ജീവിച്ചൊരു കാലഘട്ടമാണല്ലോ 10 വയസ്സ് വരെയുള്ളൊരു കാലഘട്ടം. അതിനുശേഷമുള്ള എത്ര വർഷമാണോ നമ്മൾ ദുനിയാവിലൂടെ മുന്നോട്ട് പോകുന്നത്, അതൊക്കെ നാളെ പരലോകത്ത് വിചാരണക്കെടുക്കുകയാണെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? 50 വയസ്സ് പ്രായമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം 365 ദിവസമാണെങ്കിൽ, 10 വർഷം 3600 ദിവസങ്ങളാണെങ്കിൽ, 40 വർഷം അഥവാ 50 വയസ്സ് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 15,000 ദിനരാത്രങ്ങൾ കഴിഞ്ഞ് കടന്നുപോയിട്ടുണ്ട്. ഈ 15,000 ദിനരാത്രങ്ങളെ എന്തെല്ലാം കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന വിഷയത്തിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് ഗൗരവമായി ചിന്തിക്കണം. നമുക്കറിയാം, മുസ്ലിം എന്ന നിലയിൽ
പടച്ച റബ്ബിനെ ആരാധിക്കുന്ന വിഷയത്തിൽ കണിശത കാണിക്കുന്ന തൗഹീദുള്ള ആളുകൾ എന്ന നിലയിൽ നമ്മൾ ഉപയോഗിക്കുന്ന, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ പ്രവർത്തനങ്ങൾക്കും വലിയ പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. ഒരു നന്മ ചെയ്യാൻ ആഗ്രഹിച്ചാൽ തന്നെ കൂലിയാണ്. ഒരു നന്മ ചെയ്യാൻ ആഗ്രഹിച്ചാൽ തന്നെ ആ നന്മയുടെ പൂർണ്ണമായ പ്രതിഫലം നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു നന്മ പ്രവർത്തിച്ചാൽ മിനിമം 10 ഇരട്ടിയാണ്. മിനിമം 10 ഇരട്ടിയാണ്. അത് 100 അല്ല, 200 അല്ല, 500 അല്ല, 700 ഇരട്ടി വരെ അത് വർദ്ധിപ്പിക്കുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അത്രമേൽ കാരുണ്യവാനായ പടച്ച റബ്ബ് ധാരാളം അവസരങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിനരാത്രങ്ങളെ പരിശോധിച്ചു നോക്കുമ്പം ഓരോന്നായിട്ട് പരിശോധിക്കണം. നമ്മൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും ഇന്നോ ഇന്നലെയോ മിനിഞ്ഞാന്നോ ഒരാഴ്ചയായിട്ടോ പഠിപ്പിക്കപ്പെട്ടതല്ല. 1400 വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം നമുക്ക് ശ്രദ്ധിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് പരിശോധിക്കണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് അള്ളാഹുവിനെ ഓർത്തുകൊണ്ടാണ് അവൻ എഴുന്നേൽക്കേണ്ടത് എന്നുള്ളതാണ്. ഈ ഓർമ്മിക്കുന്ന വിഷയത്തിൽ നമ്മുടെ നിലപാട് എന്തായിരുന്നു എന്നുള്ളതാണ്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ എഴുന്നേൽക്കേണ്ടത്. ഈ 15000 ദിവസങ്ങൾ കടന്നുപോയപ്പോൾ, രാത്രിയിൽ നിന്ന് പകലിലേക്ക് വന്നപ്പോൾ, പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ നമ്മൾ ഈ പ്രാർത്ഥന എത്രമാത്രം ചൊല്ലിയിട്ടുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ മറ്റൊരു പ്രാർത്ഥനയും പഠിപ്പിച്ചു. അൽഹംദുലില്ലാഹില്ലദീ ആഫാനി ഫീ ജസദി വറദ്ദ അലയ്യ റൂഹി വഅദിന ലീ ബിദിക്രി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. അല്ലദീ ആഫാനി ഫീ ജസദി, അല്ലാഹുവേ എന്റെ ശരീരത്തിന് ആഫിയത്ത് നൽകിയ, സൗഖ്യം നൽകിയ പടച്ച റബ്ബേ നിനക്കാകുന്നു സർവസ്തുതിയുമെന്ന്. ഈ പ്രാർത്ഥനയിൽ 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടാണ് പടച്ച റബ്ബിനെ സ്തുതിക്കുന്നത്. അതിലൊന്ന്, അല്ലാഹുവേ എനിക്ക് ആരോഗ്യം നൽകി, എന്റെ ശരീരത്തിന് ആഫിയത്ത് നൽകിയ പടച്ച റബ്ബേ നിനക്കാകുന്നു സർവസ്തുതിയുമെന്ന്. അല്ലാഹു ആഫിയത്ത് നൽകിയത് കൊണ്ടല്ലേ സഹോദരങ്ങളെ നമ്മളിവിടെ ഇരിക്കുന്നത്. നമ്മൾ ഇരിക്കുന്നതും കേൾക്കുന്നതും പ്രവർത്തിക്കുന്നതും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും ആ പടച്ച റബ്ബ് നമുക്ക് നൽകിയ ആഫിയത്ത് കൊണ്ട്. 15000 ദിവസങ്ങളോളം സുദീർഘമായി നമ്മൾ മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ എല്ലാ ദിവസവും ഇങ്ങനെ ആഫിയത്ത് നൽകിയത് കൊണ്ടല്ലേ നമ്മൾ എഴുന്നേറ്റ് നടക്കുന്നത്. എത്രയെത്ര മനുഷ്യരാണെന്നറിയുമോ ശരീരമൊന്നും അനക്കാൻ പോലും സാധ്യമല്ലാത്ത വിധത്തിൽ ഹോസ്പിറ്റലുകളിലും വീടുകളിലും അവരിങ്ങനെ ശരീരത്തിന്റെ ആഫിയത്ത് നഷ്ടപ്പെട്ട എത്രയെത്ര ആളുകളാണ്. അള്ളാഹു നമുക്ക് അതിൽ നിന്ന് സംരക്ഷണം നൽകി. അള്ളാഹു നമുക്ക് അതിൽ നിന്ന് അനുഗ്രഹം നൽകി. ആ അനുഗ്രഹത്തോടുകൂടി രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നിനക്കാകുന്ന സർവസ്തുതിയും എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. അതേപോലെ വറദ്ദ അലയ്യ റൂഹി, അല്ലാഹുവേ രാത്രിയാകുന്ന ഉറക്കമുള്ള സമയത്ത് എന്റെ ആത്മാവിനെ നീ തിരിച്ചു പിടിച്ചിരുന്നു എന്നുള്ളതാണ്. മരണസമയമാകുന്ന സമയത്ത് അല്ലാഹു ആത്മാവിനെ പൂർണ്ണമായി പിടിക്കുമെന്നും മരണസമയമാകുന്നത് വരെ ആ മനുഷ്യന്റെ രാത്രികളിൽ അവന്റെ ആത്മാവിനെ അല്ലാഹു പിടിച്ചു വെക്കുമെന്നും പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തി. എന്നിട്ട് പ്രഭാതമാകുന്ന സമയത്ത്, ഉണരുന്ന സമയത്ത് ആത്മാവിനെ തിരിച്ചു നൽകുകയും ചെയ്തു. അങ്ങനെ വറദ്ദ അലയ്യ റൂഹി, അല്ലാഹുവേ എന്റെ ആത്മാവിനെ നീ തിരിച്ചു നൽകിയത് കൊണ്ടാണ്, തിരിച്ചു നൽകിയ പടച്ച റബ്ബേ നിനക്കാകുന്നു സർവസ്തുതിയും എന്ന് പ്രാർത്ഥിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ആ റൂഹിനെ നമുക്ക് തിരിച്ചു നൽകിയത് കൊണ്ടല്ലേ നമ്മൾ ഇവിടെ ഇരിക്കുന്നത്, നമ്മളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. റൂഹെങ്ങാനും പിടിച്ചു വെച്ചിട്ട് തന്നില്ലായിരുന്നുവെങ്കിൽ
നമ്മുടെ ദുനിയാവിന്റെ സമയം അവസാനിച്ച് ഇന്ന് ഖബറിലേക്ക് പോയി കിടക്കേണ്ടി വരുമായിരുന്നില്ലേ? അതേ തൗബ ചെയ്യാൻ, അതേ നന്മകൾ ചെയ്യാൻ, അള്ളാഹുവിനെ ഓർമ്മിക്കാൻ, നന്മകളിൽ മത്സരിക്കാനുള്ള സമയമാണ് ഇന്നും നമുക്ക് കിട്ടിയ ആ റൂഹിനെ തിരിച്ചു നൽകിയത് എന്ന കൃത്യമായ ചിന്തയും ബോധവും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. അള്ളാഹുവെ, നിന്നെ ഓർമ്മിക്കാൻ, ഈ പ്രഭാതത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നിന്നെ ഓർത്തുകൊണ്ട് എഴുന്നേൽക്കാൻ, നിന്നെ സ്മരിക്കാൻ, അൽഹംദുലില്ലാഹില്ലദീ യഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എഴുന്നേൽക്കാൻ നീ എനിക്ക് അനുവാദം നൽകിയ, തൗഫീഖ് നൽകിയ പടച്ച റബ്ബേ, നിനക്കാകുന്നു സർവസ്തുതിയെന്ന് പ്രാർത്ഥിക്കണേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് ബോധ്യപ്പെടുത്തി. കഴിഞ്ഞ ദിനരാത്രങ്ങൾ എങ്ങനെ നാം ചെലവഴിച്ചു എന്ന് പരിശോധിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർലി. രാത്രി ഞെട്ടി ഉണർന്നു കഴിഞ്ഞാൽ, രാത്രി ഉറക്കമുണർന്നു കഴിയുന്ന സമയത്ത് പ്രാർത്ഥിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ദിക്റാണ്. ഈ ദിക്ർ എല്ലാവർക്കും മനപ്പാഠമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർലി എന്നാരെങ്കിലും ഈ ദിക്ർ ചൊല്ലിയാൽ അവന്റെ പാപങ്ങളൊക്കെ പുറത്തു തരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. ആരെങ്കിലും ആ സമയത്ത് എഴുന്നേറ്റുകൊണ്ട് 2 റക്അത്ത് നമസ്കരിച്ചു കഴിഞ്ഞാൽ അവന്റെ ആ പ്രവർത്തനം അല്ലാഹു സ്വീകരിക്കുമെന്നും, പടച്ച റബ്ബിനോട് എന്താണോ ചോദിക്കുന്നത് അല്ലാഹു അത് സ്വീകരിക്കുകയും ആ പ്രാർത്ഥന സ്വീകരിക്കുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. ഇങ്ങനെ ഒരു ദിവസത്തിന്റെ രാവിലെ തുടക്കത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത്. ആലോചിച്ച് നോക്കിയേ, 15,000 ദിവസങ്ങളിൽ 50 വയസ്സ് പ്രായമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് പരിശോധിച്ച് നോക്കി. പള്ളിയിലേക്ക് ഇങ്ങനെ നടന്നു വരികയാണെങ്കിൽ ഒരു കാലടിക്ക് ഒരു നന്മ രേഖപ്പെടുത്തും, ഒരു തിന്മ മായ്ക്കപ്പെടും, ഒരു ദറജ ഉയർത്തപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്. ഇങ്ങനെ ധാരാളം പ്രതിഫലങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്നത്. അതാണ് കഴിഞ്ഞ ദിനരാത്രങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ടത്. മുഹാജിരിങ്ങളായ പാവങ്ങളായ സാധുക്കളായ സ്വഹാബികൾ പ്രവാചകന്റെ സന്നിധിയിലേക്ക് വരികയാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, റസൂലേ, ഞങ്ങളെ മറ്റു സ്വഹാബികളായ ആളുകൾ, പണക്കാരായ സ്വഹാബികളൊക്കെ എല്ലാ നന്മകളും കൊണ്ടുപോയി. അവർ സ്വതക്ക ചെയ്തുകൊണ്ടിരിക്കുന്നു, സക്കാത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നു, അടിമകളെ മോചിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ധാരാളം നന്മകൾ സമ്പത്ത് കൊണ്ട് അവർ നന്നായിട്ട് പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു. അവർ പരലോകത്തിന്റെ വിഷയത്തിൽ മാത്സര്യം കാണിക്കുന്നു. അതുകൊണ്ട് റസൂലെ, ഞങ്ങൾക്ക് സമ്പത്തൊന്നുമില്ലല്ലോ റസൂലെ, ഞങ്ങൾക്ക് സ്വതക്ക കൊടുക്കാൻ കഴിയുന്നില്ലല്ലോ റസൂലെ, ഞങ്ങൾക്ക് അടിമകളെ മോചിപ്പിക്കാൻ സാധിക്കുന്നില്ലല്ലോ റസൂലെ, ഞങ്ങൾ പരലോകത്തിന്റെ വിഷയത്തിൽ പിന്നിലായി പോകുന്നു റസൂലെ, ഞങ്ങൾക്കൊരു പരിഹാരം നൽകണമെന്ന് പറയുമ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അഫലാ ഉഅല്ലിമുകും ശൈഅൻ തുദ്രികൂന ബിഹി മൻ സബഖകും വതസ്ബിഖൂന ബിഹി മൻ ബഅദകും. നിങ്ങൾക്ക് മുമ്പേ പോയിട്ടുള്ളവർ നിങ്ങളുടെ കൂടെ എത്താൻ, എങ്ങനെ നിങ്ങൾക്ക് മുമ്പ് ജീവിക്കുന്നവർ നിങ്ങളുടെ കൂടെ എത്താൻ, നിങ്ങൾക്ക് ശേഷമുള്ളവരെ മറികടക്കാനും പറ്റുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ? വലാ യകൂനു അഹദുൻ അഫ്ദല മിൻകും, നിങ്ങളെക്കാൾ ഉത്തമരായ ഒരാൾ പോലും ഉണ്ടാവുകയില്ല, ഇല്ലാ മൻ സ്വനഅ മിസ്ല മാ സ്വനഅതും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അവരും ചെയ്തിട്ടല്ലാതെ ഒരിക്കലും നിങ്ങളുടെ ശ്രേഷ്ഠതയിൽ നിങ്ങളെക്കാൾ ഉയർന്നവരായി ആരും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. പാവങ്ങളായ സാധുക്കളായ സ്വഹാബികൾ റസൂലേ ഞങ്ങൾക്കത് പറഞ്ഞു തന്നാലും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തുസബ്ബിഹൂൻ വതുകബ്ബിറൂൻ വതഹ്മദൂൻ ദുബ്ര കുല്ല സ്വലാത്തിൻ 33.
പ്രവാചകൻ പഠിപ്പിച്ച ഈ ഒരു സംഭവം എന്താണെന്നറിയുമോ? നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. എല്ലാ ഫർദ് നമസ്കാര ശേഷവും 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 33 അല്ലാഹു അക്ബർ ചൊല്ലിക്കഴിഞ്ഞാൽ ഈ ദുനിയാവിന്റെ സമ്പത്ത് കൊണ്ട് എല്ലാ നന്മകളും മത്സരിച്ച് വിജയിച്ചു കൊണ്ടിരിക്കുന്നവരെക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ അടുക്കൽ ശ്രേഷ്ഠത നൽകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആലോചിക്കണം, നമസ്കാര ശേഷം ചൊല്ലുന്ന വിഷയത്തിലേക്ക് നമ്മൾ എന്ത് നിലപാടെടുത്തു എന്ന് ഗൗരവമായി പരിശോധിക്കണം. ഈ സ്വഹാബികൾ അത് ചൊല്ലാൻ തുടങ്ങി. സ്വഹാബികൾ ചൊല്ലാൻ തുടങ്ങിയപ്പോൾ അടുത്തുള്ള സ്വഹാബികൾക്ക് അത് കേൾക്കാൻ തുടങ്ങി. സമ്പത്തിന്റെ ഉടമകളായ ആളുകളും അത് കേൾക്കാൻ തുടങ്ങി. അവര് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഒരു പ്രത്യേകമായിട്ട് ചില ദിക്റുകളൊക്കെ ചൊല്ലുന്നത്? പാവപ്പെട്ട സാധുക്കളായ സ്വഹാബികൾക്ക് പറയാൻ പറ്റോ? കളവ് പറയാൻ പറ്റോ? കളവ് പറയാൻ കഴിയില്ലല്ലോ. മാത്രമല്ല, എന്താണോ സത്യം അത് കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണല്ലോ. അവര് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ പ്രതിഫലമുണ്ട് എന്നവരോട് പറയാൻ തുടങ്ങി. അവരും നമസ്കാര ശേഷം ഈ ദിക്റുകൾ അവരും ചൊല്ലാൻ തുടങ്ങി. അവരും ഈ നന്മയിൽ മത്സരിക്കാൻ തുടങ്ങി. ചരിത്രം പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് വീണ്ടും ആ സ്വഹാബികൾ വന്നിട്ട് പറഞ്ഞു, റസൂലേ, അവരും ഇത് ചൊല്ലാൻ തുടങ്ങിയിട്ടുണ്ട്, അവരും ഈ നന്മയിൽ മത്സരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അവർ ആ നന്മയിൽ കൊണ്ടുപോകാൻ തുടങ്ങിയിട്ടുണ്ട്. റസൂലേ, എന്താ ചെയ്യാ? ഞങ്ങൾ വീണ്ടും പിന്നിലായി പോവുകയാണല്ലോ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ദാലിക ഫദ്ലുല്ലാഹി യുതീഹി മൻ യശാ. അല്ലാഹു ഉദ്ദേശിക്കുന്ന ആളുകളെ അവൻ കൂടുതൽ ശ്രേഷ്ഠത നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു. നിങ്ങൾ ആലോചിച്ചോക്കെ, ഇത്ര വലിയ നന്മ കിട്ടുന്ന എത്രയെത്ര അവസരങ്ങൾ. 15,000 ദിവസമാണ് 50 വർഷം ജീവിച്ചൊരു മനുഷ്യന്റെ ദിവസമെങ്കിൽ ഒരു ദിവസം 5 വക്ത് നമസ്കാരം 15,000-ത്തിലേക്കൊന്ന് ഗുണിച്ചു നോക്കിയാൽ എത്രയെത്ര ശ്രേഷ്ഠതകളാണ്, എത്രയെത്ര അനുഗ്രഹങ്ങളാണ് ഓരോ തസ്ബീഹിനും ഓരോ തക്ബീറിനും ഓരോ തഹ്ലീലിനും നമുക്ക് ലഭിക്കേണ്ടിയിരുന്നത്. ആ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിച്ചു എന്ന് ഗൗരവമായി പരിശോധിക്കണം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു സംഭവം വിശദീകരിക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ ദഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ കഅബ. ഞാൻ നോക്കുന്ന സമയത്ത് പ്രവാചകൻ ആ കഅബയുണ്ടല്ലോ, കഅബയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് ഞാൻ കണ്ടു. മാത്രമല്ല, ഉസാമത്ത് ബിൻ സയ്യിദ് വബിലാൽ ഉസ്മാൻ ഇബ്നു തൽഹ, ഈ 3 സ്വഹാബികളുടെ കൂടെ പ്രവാചകൻ കഅബാലയത്തിന്റെ ഉള്ളിലേക്ക് കയറി. ഞാനത് ദൂരെ നിന്ന് കണ്ടു. ഞാൻ നേരെ വേഗത്തിൽ ആ കഅബാലയത്തിന്റെ അടുക്കലേക്ക് വന്നു. എനിക്ക് ആ വാതിൽ തുറന്നു. ഞാൻ അതിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ഞാൻ ബിലാൽ റളിയല്ലാഹുവിനോട് ചോദിച്ചു, എനിക്ക് മനസ്സിലായി കഅബാലയത്തിന്റെ ഉള്ളിൽ പ്രവാചകൻ എന്തോ ഒരു നന്മ ചെയ്തിട്ടുണ്ട്, എന്തോ ഒരു ഇബാദത്ത് നിർവഹിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, ബിലാൽ, പ്രവാചകൻ എന്താണ് ചെയ്തത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുകയായിരുന്നു. ഐന സല്ലല്ലാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ എവിടെ വെച്ചാണ് നമസ്കരിച്ചത്? സ്ഥലം കാണിച്ചു കൊടുത്തു. പ്രവാചകൻ കാല് വെച്ച അതേ സ്ഥലത്ത് കാല് വെച്ച് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നമസ്കരിക്കാൻ തുടങ്ങി. എന്നിട്ട് ആ ഹദീസിന്റെ ഭാഗത്ത് കാണാം, ഞാൻ അതിനു വേണ്ടി മത്സരിച്ചത് കാരണത്താൽ, ആ നന്മ കിട്ടാനുള്ള ആഗ്രഹം കാരണത്താൽ എത്ര റക്അത്താണ് റസൂൽ നിസ്കരിച്ചത് എന്ന് ഞാൻ ചോദിക്കാൻ മറന്നുപോയി എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിത ചരിത്രത്തിൽ ഇമാം ബുഖാരി രേഖപ്പെടുത്തിയതായി നമുക്ക് കാണുവാൻ സാധിക്കും. പ്രവാചകനെ ഇത്തിബാഅ് ചെയ്യുന്ന വിഷയത്തിൽ, പ്രവാചകൻ ഒരു കാര്യം പഠിപ്പിക്കുന്ന വിഷയത്തിൽ സ്വഹാബത്ത് അവർ നിർവഹിച്ച മാത്സര്യം അതായിരുന്നു എന്നുള്ളതാണ്. 2 പെൺകുട്ടികൾ തമ്മിൽ ചർച്ച നടക്കുകയാണ്. ഒരു പെൺകുട്ടി മുടി കാണിച്ച് തട്ടം ധരിക്കാതെ മുന്നോട്ട് പോകുമ്പോൾ മുസ്ലിമായ മറ്റൊരു പെൺകുട്ടി പറഞ്ഞു, അല്ല, നിനക്ക് മുടി തലയിൽ മഫ്തേക്ക് ധരിച്ച് നടന്നൂടെ? മുടിയൊക്കെ കാണിച്ച് നടന്നാൽ അള്ളാഹു ദീനിൽ അത് ഇസ്ലാം ശരിയല്ല എന്ന് പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി പറഞ്ഞൊരു മറുപടിയുണ്ട്, അങ്ങനെ 2 മുടി കാണിച്ചു നടന്നതിന്റെ പേരിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയാണ് എങ്കിൽ ആ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്നാണ് ആ കുട്ടി മറുപടി പറഞ്ഞത്. ഇത്തരം കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് ഇസ്ലാമിന് അത് ഇഷ്ടമല്ലെങ്കിൽ എനിക്കും ആ ഇസ്ലാമിനോട് ഇഷ്ടമില്ല എന്ന മറുപടിയാണ് സഹോദരങ്ങളെ നമ്മുടെ ഉമ്മത്ത് പറഞ്ഞു
പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രവാചകൻ എന്താണ് ചെയ്തത്? ഇന്ന സ്ഥലത്ത് വെച്ച് നിസ്കരിച്ചു എന്ന് പറയുമ്പം അതേ പ്രവാചകൻ വെച്ച കാല് വെച്ച സ്ഥലത്ത് വെച്ച് നമസ്കരിക്കാൻ മാത്സര്യം കാണിച്ചിരുന്ന സ്വഹാബത്തിന്റെ അവരുടെ ഇത്തിബാ ചെയ്ത് ജീവിക്കേണ്ട ആളുകളുടെ വർത്തമാനമാണ്. സഹോദരങ്ങളെ, ഇത്രമേൽ അതപ്പതിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പുരുഷന്മാരോട് പറഞ്ഞു, നിങ്ങൾ നെരിയാണിക്ക് മുകളിലേക്ക് ഡ്രസ്സ് ധരിക്കണം, നെരിയാണിക്കടിയിലുള്ള ഭാഗം നരകത്തിലാണെന്ന് ഗൗരവമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബോധ്യപ്പെടുത്തിയപ്പം ആണുങ്ങളായ പുരുഷന്മാരായ മഹാഭൂരിപക്ഷം ആളുകൾ, പണ്ഡിതന്മാരമടക്കമുള്ള ആളുകൾ വരെ നെരിയാണിക്കടിയിൽ വസ്ത്രം ധരിച്ച് ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി. പെൺകുട്ടികളോട് പറഞ്ഞു, നെരിയാണിക്ക് മുകൾ, നിങ്ങൾ നെരിയാണിക്ക് മുകളിലെ ഭാഗമൊക്കെ ഔറത്താണ്, നിങ്ങളുടെ മുഖവും മുൻകൈയും ബാക്കിയെല്ലാം ഔറത്താണ് എന്ന് ഈ മുസ്ലിം സമൂഹത്തിന്റെ പ്രവാചകന്റെ ഉമ്മത്തിനോട് കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ പെൺകുട്ടികൾ നെരിയാണിക്ക് മുകളിലേക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെയ്യൂല, ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ചെയ്യുമെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം വല്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളും അവരുമൊക്കെ ഈ വിഷയത്തിലേക്ക് എന്ത് നിലപാട് സ്വീകരിച്ചു എന്ന് ഗൗരവമായി ചിന്തിക്കണം. നെരിയാണിക്കടിയിലേക്ക് വസ്ത്രം പോവരുത് എന്ന് പറഞ്ഞാൽ നെരിയാണിക്കടിയിലേക്ക് ഞാൻ വസ്ത്രം ധരിക്കുകയുള്ളൂ, നെരിയാണിക്ക് മുകൾ കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് കാണിച്ച് നടക്കുമെന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമാണ്. നമ്മുടെ ജീവിതത്തിലൊക്കെ പല കാര്യങ്ങളുമുണ്ട്. ആ പെൺകുട്ടി ചെയ്ത പ്രവർത്തനത്തിനേക്കാൾ വലിയ തെറ്റാണ് ആ പെൺകുട്ടി പറഞ്ഞ മറുപടി. അങ്ങനെ രണ്ട് മുടി കാണിച്ചു നടന്നാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെങ്കിൽ, ആ ഇസ്ലാമിനോട് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ, ആ ഇസ്ലാമിനോട് എനിക്ക് ഇഷ്ടമില്ല എന്ന് പറയുമ്പം, ആകാശ ലോകങ്ങൾക്കപ്പുറത്ത് പടച്ച റബ്ബിന്റെ മാർഗദർശനമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പഠിപ്പിച്ചിരിക്കുന്ന ആ മാർഗദർശനത്തിനെയാണ്, ആ ദീനിനെയാണ്, പടച്ച റബ്ബിന്റെ മാർഗത്തെയാണ് ഞാൻ തള്ളിക്കളഞ്ഞത് എന്ന കൃത്യമായ ബോധമില്ലാതെയാണ് ആ പെൺകുട്ടി പറഞ്ഞതെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടി പ്രവർത്തിച്ചതല്ല തെറ്റ്, ആ കുട്ടിയുടെ പ്രതികരണമാണ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന പ്രതികരണം. ഇസ്ലാം ഒരിക്കലും ഒരു മുടി കാണിച്ചു നടന്നാൽ ഇസ്ലാം എന്ന് പുറത്താണ് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. മറിച്ച് ആ കുട്ടി പറഞ്ഞ മറുപടി ആ കുട്ടി ചെയ്തതിനേക്കാൾ വലിയ തെറ്റാണ്. ഞാൻ ഇത് ഉദാഹരണം പറഞ്ഞത്, നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പലതും നമ്മൾ പറയാറുണ്ട്, അങ്ങനെയൊക്കെ താടി വടിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് എങ്കിൽ അതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല, ഇന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണെങ്കിൽ അതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു പോകുന്നുവെങ്കിൽ ഗൗരവമായി നമ്മൾ ചിന്തിക്കണം. കാരണം നമുക്ക് മുമ്പ് ജീവിച്ച ആളുകൾ മത്സരിച്ചിരുന്നത് അതിനുവേണ്ടിയാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഒരു ദിവസം നല്ല സമ്പത്ത് കിട്ടി. എന്തോ ഒരു കാര്യം വിറ്റപ്പോൾ വലിയ പൈസ കിട്ടിയപ്പോൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുക്കലേക്ക് വന്നു. അന്നത്തെ ദിവസം ഒരു വലിയ ഓഫർ ഉണ്ടായി. ആരാണ് അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ചെലവഴിക്കാൻ അവസരമുള്ളത് അവർ നന്നായി ചെലവഴിക്കുക എന്ന് പ്രവാചകന്റെ കൽപ്പനയുണ്ടായി. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതാ തനിക്ക് കിട്ടിയ സമ്പത്തിന്റെ നേരെ പകുതി 2 ലക്ഷം രൂപയാണെങ്കിൽ 1 ലക്ഷം രൂപയുമായി മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് ഉമർ പറയാണ്, അൽ യൗമ അസ്ബിഖു അബാ ബക്കറിൻ ഇൻ സബഖതുഹു യൗമ. ഇല്ല, എനിക്ക് അബൂബക്കറിനെ പരാജയപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. അബൂബക്കർ ഒരു സമയമെങ്കിലും എനിക്ക് തോൽപ്പിക്കാൻ പരാജയപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ അത് ഇന്ന് ഞാൻ പരാജയപ്പെടുത്തും, ഇന്ന് അബൂബക്കറിന് ഞാൻ മുൻകടക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വരുന്നത്. പ്രവാചകൻ ചോദിച്ചു, അല്ല അബൂബക്കർ, മാ അബ്ഖൈത ലിയഹ്ലിക്, നിന്റെ കുടുംബത്തിന് നീ എന്താണ് ബാക്കി വെച്ചത്? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫജിഅതു ബിനിസ്ഫി മാലി, എന്റെ സമ്പത്തിന്റെ നേരെ പകുതി ഞാൻ എന്റെ കുടുംബത്തിന് വെച്ച് ബാക്കിയിതാ, ഈ കാണുന്ന വലിയ ശേഖരം ഇതാ പ്രവാചകരെ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ഞാൻ കൊണ്ടുവന്നിരിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാത്തിരിക്കുന്നു. ചെറിയൊരു സഞ്ചിയുമായിട്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരുന്നത്. ഉമറിന്റെ മനസ്സിന് വല്ലാത്ത സന്തോഷമുണ്ടാവുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിനോട് ചോദിച്ചു, മാ അബ്ഖൈത ലിയഹ്ലിക്, അബൂബക്കറേ നീ എന്താണ് നിന്റെ കുടുംബത്തിന് ബാക്കി വെച്ചത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, അബ്ഖൈതു ലഹു
ലഹുമുല്ലാഹു വറസൂല, എന്റെ കുടുംബത്തിന് ഞാൻ അല്ലാഹുവിനെയും റസൂലിനെയും ബാക്കി വെച്ച് ബാക്കി എല്ലാ സമ്പത്തും ഇതാ പ്രവാചകരെ അങ്ങയുടെ അടുക്കലേക്ക് ഞാൻ കൊണ്ടുവന്നിരിക്കുകയാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ലാ അസാബിഖുക ഇലാ ശൈഇൻ അബദാ, ഇല്ല, ഇനി ഒരിക്കലും താങ്കളോട് ഞാൻ മത്സരിക്കാനില്ല എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ ഇതെന്തിനാ പറഞ്ഞെന്നറിയോ? നമ്മുടെ ദിനരാത്രങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഏത് സന്ദർഭത്തിലും ഈ ലോകത്തോട് വിട പറയും. റമളാനാകുന്ന മനോഹരമായ ഒരു സുവർണ അവസരങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. എന്ത് സമ്പാദിച്ചു, എന്തുണ്ടാക്കി വെച്ചു എന്ന് പരിശോധിക്കാനാണ്. ഇങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം രാത്രി വരെയുള്ള ഓരോരോ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് കൃത്യമായി ചെയ്തിട്ടുണ്ടോ? ആ വിഷയത്തിൽ എന്ത് നിലപാടെടുത്തു എന്നൊക്കെ ചിന്തിക്കാനും വിലയിരുത്താനും നമുക്ക് സാധിക്കണം. അല്ല എങ്കിൽ നമുക്ക് കിട്ടുന്ന സമയങ്ങളെയും നഷ്ടപ്പെട്ടു പോകുമെന്ന കൃത്യമായ ഒരു ബോധ്യവും ഉണ്ടാവണം. അല്ലാഹു നമുക്ക് എല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد فاتقوا الله عباد الله. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ ദിനരാത്രങ്ങളെ എത്ര എളുപ്പം, എത്ര നന്മകൾ, എന്തെല്ലാം നന്മകൾ, അതിന്റെ ഒരു 100ൽ 1% പകുതി പോലും ഞാൻ തുടങ്ങിയിട്ട് വരെയില്ല. ഇങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന അവസരം, ഈ പള്ളിയിലേക്ക് വന്നിരിക്കുന്ന ഓരോ സന്ദർഭത്തിലും കിട്ടുന്ന പ്രതിഫലങ്ങളൊക്കെ എത്ര വലിയതാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന വിഷയത്തിൽ എന്ത് നിലപാടുകൾ സ്വീകരിച്ചു എന്ന്, ഇത് പ്രാർത്ഥനയും ദിക്റുകളുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ നമ്മൾ നിർവഹിക്കുന്ന പെരുമാറ്റങ്ങളും നമ്മുടെ ഇടപാടുകളൊക്കെ എത്ര വലിയ പ്രതിഫലമാണെന്നറിയുമോ? നമ്മൾ ക്ഷമിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷമക്കും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കുകൾക്കൊക്കെ എത്ര പ്രതിഫലമാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ നമ്മൾ എന്ത് നിലപാട് സ്വീകരിച്ചു എന്ന് പരിശോധിക്കണം. പ്രധാനമായി ഇതെല്ലാം ലഭിക്കണമെങ്കിൽ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് അടിയുറച്ച് വിശ്വസിക്കുന്നവരായിരിക്കണം. മഹാനായ ഉബാദത്ത് ഇബ്നു സാമിത്ത് റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഷഹീദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വ അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു വ അന്ന ഈസ അബ്ദുല്ലാഹി ورسوله أدخله الله الجنة على ما كان من العمل. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല, വഹ്ദഹു, അവൻ ഏകനാണ്, ലാ ശരീക ലഹു, അവൻ യാതൊരു പങ്കുകാരനുമില്ല, വ അന്ന മുഹമ്മദന അബ്ദുഹു വറസൂലുഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ അടിമയാണെന്നും അവന്റെ റസൂലാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ, വ അന്ന ഈസ അബ്ദുല്ലാഹി വറസൂലുഹു, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ അടിമയാണെന്നും റസൂലുമാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് സാക്ഷ്യം വഹിച്ചാൽ അദ്ഖലഹുല്ലാഹുൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. അലാ മാ കാന മിനൽ അമൽ, അവന്റെ കർമ്മങ്ങൾ എന്തു തന്നെയായിരുന്നാലും, അവന്റെ കർമ്മങ്ങൾ എന്ത് പ്രതിസന്ധികൾ വന്നാലും, എത്ര വലിയ തെറ്റുകൾ അവർക്ക് വന്നു കഴിഞ്ഞാലും, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് അടിയുറച്ച് മുന്നോട്ട് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വർഗ്ഗമുണ്ടെന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, പ്രവാചകൻ എന്റെ അടുക്കലേക്ക് വന്നു, ഇദ്ഹബ് ബിനി അലൈഹി ഹാതൈൻ, എന്റെ പ്രവാചകൻ 2 ചെരുപ്പുകൾ എന്റെ കൈകളിലേക്ക് നൽകിയിട്ട് പറഞ്ഞു, ഇദ്ഹബ്, നീ പോവണം, ഫമൻ ലഖീത മിൻ വറാഇ ഹാദൽ ഹായിതി യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മുസ്തൈഖിനൻ
ബിഹാ ഖൽബു. ഈ മതിലിന്റെ അപ്പുറത്തേക്ക് നീ പോവണം. ആ മതിലിന്റെ അപ്പുറത്തേക്ക് അവിടെ പോയിട്ട് നീ ആരെയാണോ കാണുന്നത് അവരാരായിരിക്കണം? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ല എന്ന് മുസ്തൈഖിനൻ യഖീനോടുകൂടി ദൃഢവിശ്വാസത്തോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാരാണോ പറഞ്ഞിരിക്കുന്നത് ഫബശ്ശിറുഹു ബിൽ ജന്ന, അവർക്ക് സ്വർഗ്ഗമുണ്ടെന്ന് സന്തോഷ വാർത്ത അറിയിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അത് യഖീനോടുകൂടി അടിയുറച്ച് അല്ലാഹുവിനെ മാത്രം, അല്ലാഹു നൽകേണ്ടത് ഇബാദത്തുകളൊക്കെ അല്ലാഹുവിനെ മാത്രം വകവെച്ച് കൊടുത്താൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ സാധ്യമാവുകയുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് കാര്യമില്ല. നമ്മളത് ഗൗരവമായി ചിന്തിക്കുന്ന ഒരു വിഷയം എന്താണെന്ന് അറിയുമോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ മക്ക മുശ്രിക്കീങ്ങളായ ആളുകളോട് പറഞ്ഞു, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹൂ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലൂ, നിങ്ങൾ വിജയിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുശ്രിക്കീങ്ങളോട് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയുമോ? അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. ഇവൻ ഈ മുഹമ്മദ് എല്ലാ ദൈവങ്ങളെയും ഒരു ദൈവമാക്കി മാറ്റുകയാണോ, ഒരു ഇലാഹാക്കി മാറ്റുകയാണോ? ലാത്തയോടും മനാത്തയോടും ഉസ്സയോടും ഹുബലിനോടൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ആരാധനാ കർമ്മങ്ങളൊക്കെ ഒറ്റ ഇലാഹിലേക്ക് മാറ്റണമെന്നാണോ ഈ മുഹമ്മദ് പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം? എന്തൊരു അത്ഭുതം നിറഞ്ഞ വർത്തമാനമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നായിരുന്നു മക്ക മുശ്രിക്കീങ്ങളായ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്നത്തെ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ എന്താണെന്ന് അറിയുമോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നവർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അവർ ആ കലിമത്തുകൾ അവരുടെ ക്ലാസുകളിലും അവരുടെ ദിക്റുകളിലും അവരുടെ നമസ്കാരങ്ങളിലും ഒക്കെ അവരിങ്ങനെ നിർവഹിച്ചു കൊണ്ടേയിരിക്കുന്നു. പക്ഷേ അല്ലാഹു അല്ലാത്തവരോട് അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. അല്ലാഹു അല്ലാത്തവരോട് അവർ സഹായം ചോദിച്ചുകൊണ്ടിരിക്കുന്നു. പടച്ച റബ്ബിനോട് മാത്രം ചോദിക്കേണ്ട സഹായതേട്ടങ്ങൾ അല്ലാഹു അല്ലാത്തവരിലോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നു. പടച്ച റബ്ബിനോട് മാത്രം സമർപ്പിക്കേണ്ട കാര്യങ്ങൾ അല്ലാഹു അല്ലാത്തവർക്ക് സമർപ്പിച്ചു കൊണ്ടിരിക്കുന്നു. പടച്ച റബ്ബിൽ മാത്രം തവക്കുൽ ചെയ്യേണ്ട കാര്യങ്ങളിൽ നൂലുകളിലും ഏലസുകളിലും ഉറുക്കുകളിലൊക്കെയും അവരിങ്ങനെ തവക്കുൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് മക്ക മുശ്രിക്കീങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന ഒരു ബോധം പോലും. അവര് പറഞ്ഞത് എല്ലാ ആരാധ്യന്മാരെയും ഒരാരാധ്യനാക്കുകയാണോ, ഏക ഇലാഹിനെ ആക്കുകയാണോ ഈ മുഹമ്മദ് ചെയ്യുന്നത് എന്നാണ് മുശ്രിക്കീങ്ങൾ പറഞ്ഞതെങ്കിൽ ഈ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിമീങ്ങളുടെ അവസ്ഥ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അംഗീകരിക്കുന്നു എന്ന് പറയുന്നവർ പടച്ച റബ്ബിന് മാത്രം നൽകേണ്ട ആരാധനകൾ എല്ലാം ഔലിയാക്കൾക്കും അമ്പിയാക്കൾക്കും പലർക്കും വകവെച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എവിടെ വരെ എന്ന് ചോദിച്ചാൽ മരങ്ങൾക്ക് വരെ ആരാധന കർമ്മങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന വേദനാജനകമായ ഒരവസ്ഥയിലാണ് നമ്മുടെ സമൂഹം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. തൗഹീദ് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായ കാര്യമാണ്. നമ്മുടെ കുടുംബത്തിലും നമ്മുടെ നാട്ടിലൊക്കെയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചിട്ടാണ് അവര് ജീവിക്കുന്നത്. അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ, അവർക്ക് പറഞ്ഞു കൊടുക്കാൻ, ശരിയല്ലെന്ന് പറയാൻ, തൗബ ചെയ്യാതെ ഈ ലോകത്തോട് വിട പറഞ്ഞാൽ നിങ്ങൾക്ക് നരകമായിരിക്കും ശാശ്വതമെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ, സ്വർഗം നിങ്ങൾക്ക് ഹറാമാണെന്ന പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഈ വിശ്വാസത്തിന്റെ വിഷയത്തിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിഷയത്തിൽ നമ്മൾ എന്ത് നിലപാട് സ്വീകരിച്ചു എന്നും ഗൗരവമായി പരിശോധിക്കണം. ഇങ്ങനെ കഴിഞ്ഞ ദിനരാത്രങ്ങളെ എന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തി എന്ന് പരിശോധിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ സാധിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് വരാനിരിക്കുന്ന ദിവസങ്ങളെ, സമയങ്ങളെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റജബിന്റെയും റമളാനിന്റെയും ഇടയിലുള്ള ഈ ശഅബാൻ എന്ന് പറയുന്ന മാസം അത് അശ്രദ്ധമായിട്ട് കാണുന്ന മാസമാണ് എന്ന് പ്രവാചകന്റെ വക പറഞ്ഞതല്ല. പ്രവാചകൻ ഒരു വാക്ക് പോലും ദീനിന്റെ വിഷയത്തിൽ പ്രവാചകന്റെ വകയായി സംസാരിക്കുകയില്ല. അതുകൊണ്ടാണ് പ്രവാചകൻ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ബിദ്അത്താണെന്ന് പറയാനുണ്ടാകുന്ന കാരണം. പ്രവാചകന്റെ ഇഷ്ടപ്രകാരം ഒരു
വാക്ക് പോലും ദീനിന്റെ വിഷയത്തിൽ സംസാരിക്കൂല എന്ന് സൂറത്തുൽ നജ്മിലെ 2, 3, 4 ആയത്തുകളിലൂടെ അള്ളാഹു ബോധ്യപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ വഹീ പ്രകാരമല്ലാതെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ശഅബാൻ അശ്രദ്ധമായിട്ട് കാണുന്ന, ആലോചിച്ചോക്കെ, എന്തൊരു നന്മ ചെയ്യാൻ ആഗ്രഹിച്ചാലും ഖുർആനൊക്കെ ഇപ്പൊ ചിന്ത തുടങ്ങിയിട്ടുണ്ടാവും. ഖുർആനൊക്കെ ഓതി ശരിയാക്കണം, ഖുർആനൊക്കെ പഠിക്കണം, നമസ്കാരമൊക്കെ ഒന്ന് ശരിയാക്കണം, നന്മകളൊക്കെ ചെയ്യണം. അപ്പോഴൊക്കെ നമ്മളെന്താവെന്ന് പറയുന്നറിയോ? ഇത് ശഅബാൻ മാസല്ലേ, റമദാനെത്തട്ടെ. എങ്ങനെ? ശഅബാൻ മാസല്ലേ, റമദാനിലേക്ക് എത്തട്ടെ. അതേപോലെ നമസ്കാരത്തിന്റെ വിഷയത്തിലേക്ക് 6 മണിക്കാണ് സുബഹി നമസ്കാരം ജമാഅത്ത് നടക്കുന്നത്. ആ സുബഹി ജമാഅത്തിൽ പങ്കെടുക്കുന്ന വിഷയത്തിലേക്ക് ഇപ്പൊ എന്താ പറയുന്നറിയോ? കുറച്ചും കൂടെ ഉറങ്ങട്ടെ, ഇപ്പല്ലേ പറ്റുള്ളൂ, റമദാൻ ആവട്ടെ എന്ന് എല്ലാ നന്മകളും മാറ്റിവെക്കുന്ന ഒരു പ്രവണത മനുഷ്യർക്കുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആലോചിച്ചൊക്കെ, ഞാനൊരു ചെറുപ്പക്കാരനോട് ഞാൻ ആവർത്തിക്കുകയാണ്, ചെറുപ്പക്കാരനോട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെയുള്ള, നിങ്ങൾക്കറിയുമല്ലോ, അത്തരം വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ല നീ എന്താണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പറയുമ്പം, അതേ ഈ മാസേനെ കാണാൻ പറ്റുള്ളൂ, റമദാൻ ആയിക്കൊന്നും കാണാൻ പറ്റൂല, അതുകൊണ്ട് എങ്ങനെയെങ്കിലും കണ്ടു തീർക്കട്ടെ എന്ന് ഇങ്ങനെ വേണ്ടാത്തരങ്ങളും ഉത്സവങ്ങളും ആഘോഷങ്ങളും അടിച്ചുപൊളിയും എല്ലാ കാര്യങ്ങളുമായി ശഅബാൻ എന്ന് പറയുന്ന മാസം അശ്രദ്ധയിൽ മുന്നോട്ട് പോകും. അങ്ങനെ അശ്രദ്ധയിൽ മുന്നോട്ട് പോയാൽ റമദാൻ നഷ്ടപ്പെടുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അഥവാ ശഅബാൻ അത് പ്രാക്ടീസിന്റെ മാസമാണ്, റമദാൻ അത് മത്സരത്തിൽ ഇറങ്ങുന്ന മാസമാണ്. മത്സരിക്കാൻ ഇറങ്ങുന്നവർ പ്രാക്ടീസ് ചെയ്തിട്ട് വേണം മത്സരത്തിൽ ഇറങ്ങാൻ, അല്ലെങ്കിൽ മത്സരത്തിൽ പൊട്ടും. അതുകൊണ്ട് ആ 3, 4, 5 ദിവസം ആവുമ്പോഴേക്ക് നിസ്കാരത്തിനോടും ഖുർആനോത്തിനോടൊക്കെ താല്പര്യം പോകുന്നത് പ്രാക്ടീസ് ഇല്ലാത്തത് കൊണ്ടാണ്. പ്രാക്ടീസ് ഒക്കെ ചെയ്ത് റമദാനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ റമദാൻ നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അതല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. നമസ്കാരത്തിന്റെ വിഷയത്തിൽ, ഖുർആൻ പാരായണത്തിന്റെ വിഷയത്തിൽ, സ്വതക്കയുടെ വിഷയത്തിൽ, മറ്റെല്ലാ വിഷയത്തിലും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് അതിനുവേണ്ടി പരിശീലിച്ച് എന്ന് പറഞ്ഞ ആ റമദാനിലേക്ക് മനോഹരമായി പ്രവേശിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ വെള്ളിയാഴ്ചയും മഗ്രിബ് നമസ്കാരത്തിന് ശേഷം ഇവിടെ ഖുർആൻ ക്ലാസ് നടക്കുന്നുണ്ട്. ഇന്ന് ഖുർആൻ ക്ലാസ് അല്ല നടക്കുന്നത്, അഹ്ലർ റമദാൻ, റമദാനിലേക്ക് പ്രവേശിക്കേണ്ട കാര്യങ്ങൾ, പല കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട അടിസ്ഥാനപരമായ കാര്യങ്ങളെ ബോധ്യപ്പെടുത്തുന്ന നല്ലൊരു വിജ്ഞാന സദസ്സ് ഈ പള്ളിയിൽ വെച്ചുകൊണ്ട് മഗ്രിബ് നമസ്കാരാനന്തരം നടക്കുന്നുണ്ട്. സുബൈർ സലഫിയാണ് ക്ലാസ് എടുക്കുന്നത്. നമുക്ക് കഴിയുന്ന ആളുകളൊക്കെ കുടുംബസമേതം നമ്മൾ എത്തിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കറിയുന്ന ആളുകളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. നല്ലൊരു സദസ്സും നല്ലൊരു ക്ലാസ്സൊക്കെയായി ഈ പള്ളിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിനെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നും നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് ജാമിയ അൽ ഹിന്ദിന്റെ ഏറ്റവും മനോഹരമായ ഒരു പ്രോഗ്രാം നടക്കുകയാണ്. വിജ്ഞാനപ്രദമായ ധാരാളം ഒരു വലിയ സ്ഥാപനം ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള വലിയ സമ്മേളനവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മിമ്പറിന്റെ മുകളിലൊക്കെ ആ ചെറിയ ചെറിയ കുട്ടികൾ വരെ കയറി മനോഹരമായ ഖുത്ബ നിർവഹിക്കുന്ന എത്രയെത്ര മിമ്പറുകളാണെന്നറിയുമോ? അങ്ങനെ ഏറ്റവും ഉഷാറായി വളർന്നുകൊണ്ടിരിക്കുന്ന ആ കുട്ടികളുമായി ബന്ധപ്പെട്ട് ഒരു വലിയ സമ്മേളനം ഇന്നും നാളെയും മറ്റന്നാളൊക്കെ നടക്കുന്നുണ്ട്. കഴിയുന്ന ആളുകളൊക്കെ അവിടെ എത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന് സാമ്പത്തികമായിട്ട് വലിയ ചെലവുണ്ട്. ആ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ സാധിക്കുന്ന ആളുകൾ പുറത്താണുങ്ങളുടെ ഭാഗത്തും പെണ്ണുങ്ങളുടെ ഭാഗത്തൊക്കെ QR കോഡ് കാര്യങ്ങൾ ഒട്ടിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ സാമ്പത്തികമായി സഹായിക്കാൻ നാം ശ്രദ്ധിക്കുക. അള്ളാഹു ഇത്തരം നന്മകളിൽ മത്സരിക്കാൻ, കഴിഞ്ഞ കാലങ്ങളെ ഓർത്ത് നന്മകളെ ഗൗരവമായി ബോധ്യപ്പെട്ട് ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, രഹസ്യമായും പരസ്യമായും അറിഞ്ഞും അറിയാതെയും കുറെ തെറ്റുകൾ ചെയ്തു പോയി റഹ്മാനെ, അള്ളാഹുവിനെ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ റഹ്മാനെ, നീ ഞങ്ങൾക്ക് പുറത്തു തരണേ റഹ്മാനെ. അള്ളാഹുവെ, നിന്റെ ദീനെ പഠിച്ച് മനസ്സിലാക്കി പ്രാവർത്തികമാക്കി ജീവിക്കുവാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരോടും വെറുപ്പില്ലാതെ, വിദ്വേഷമില്ലാതെ, പകയില്ലാതെ, അസൂയയില്ലാതെ പരസ്പരം സ്നേഹിച്ച് വിട്ടുവീഴ്ച ചെയ്ത് ജീവിക്കുവാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
ഖുർആനും ഹദീസും കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി പ്രാവർത്തികമാക്കി ജീവിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയുള്ള സമയങ്ങൾ നന്നായിട്ട് ഉപയോഗപ്പെടുത്താനുള്ള ഈമാനും ഇഖ്ലാസും ഹൃദയവിശാലതയും അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂടെയുള്ള പലരും ഇന്ന് ഖബറിലാണ്. അള്ളാഹു അവരുടെ ഖബറുകൾ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭൂമിയുടെ പല സ്ഥലങ്ങളിലും മുസ്ലിമീങ്ങളായ ആളുകൾ വല്ലാത്ത പ്രയാസത്തിലാണ്. അള്ളാഹു അവർക്ക് നിർഭയത്വവും ആശ്വാസവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم ربنا عليك توكلنا وإليك أنبنا وإليك المصير. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم إنا نسألك الجنة ونعوذ بك من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.